അങ്ങനെ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ്. ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ ഊട്ടി കൊടൈക്കനാൽ ടൂറിൽ പോയി എന്നാണ് പറഞ്ഞത്. മൊബൈലിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവർ സ്ഥാനാർത്ഥി ആക്കി കളയുമെന്ന് പേടിച്ചിട്ടതാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന് കുറച്ചുകൂടി ഒരു ആവേശവും ഒരു രാഷ്ട്രീയമായ മത്സരത്തിന്, അല്ലെങ്കിൽ നിലമ്പൂരിൽ നിരന്തരമായിട്ട് അവരിങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തിന് അപ്പുറത്തുള്ള ചില സാധ്യതകളാണ് നിലമ്പൂരിൽ പരിശോധിച്ചിരുന്നത്. അപ്പോൾ അതേ സമയത്ത് സ്വരാജ് വരുന്നതോടുകൂടെ രാഷ്ട്രീയ മത്സരത്തിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ്, അതിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഏക പ്ലസ് പോയിൻറ്റ് അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ പ്ലസ് പോയിൻ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ. കാരണം UDFൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ആവുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്കതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ടെൻഷനോ പ്രശ്നമില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വരാജ് വരുമ്പോൾ ചോദിക്കാവുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അതിലൊന്ന്, സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പിണറായി മാനറിസമൊക്കെ ശരീരത്തിൽ ആവാഹിച്ച് ഒരു ബോഡി ലാംഗ്വേജൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് VS അച്യുതാനന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ, പിതൃശൂന്യൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ ഇന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ. അപ്പോൾ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ്. കാരണം അത്ര വലിയ പാതകമാണ് ചെയ്തത്.